നല്ല റീഫ്രഷ്മെന്റ് കിട്ടുന്ന അതിലുപരി എനർജി ഡ്രിങ്ക് ആണ് കേട്ടോ നമ്മൾ തണ്ണിമത്തൻ വെച്ചിട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ വത്തക്ക മാങ്ങക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കാന്ന് കരുതിയിട്ടാണ് നമ്മൾ വത്തക്കമ്മ പിടിച്ച്. എല്ലാവരും എൻ്റെ നെഞ്ചത്തേക്കാണല്ലോ എന്നുള്ളൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മാങ്ങ മാറ്റി വത്തക്കാക്കി. അപ്പോൾ വത്തക്ക ഇതേപോലെ കട്ട് പീസ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരക്ക് പകരം ഹെൽത്തി ആയിട്ട് കുടിക്കണം എന്നുണ്ടെങ്കിൽ തേൻ ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല മധുരമുള്ള വത്തക്കയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നെ കുറച്ച് വത്തക്ക ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കസ്കസ് ഒരു 5 മിനിറ്റ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ. അതുപോലെ ചെറിയ കട്ട് പീസുകൾ മസ്റ്റാണ്. എപ്പോഴും നമുക്ക് കുടിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കടിക്കാനായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇത് 2 പുതിനയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു പിടിയൊക്കെ നമ്മൾ അടിച്ചെടുക്കണം, മിക്സിയിൽ അടിച്ചെടുക്കണ സമയത്ത് തന്നെ ആഡ് ചെയ്യുക കേട്ടോ. ഞാൻ കുറച്ച് തണുത്ത വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ വിട്ടുപോയതാണ്. അത് വെള്ളം നിങ്ങൾക്ക് കൂടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിനനുസരിച്ച് നിങ്ങൾ മധുരം നോക്കണം. പിന്നെ ഇത് ഐസ് ക്യൂബ്സും കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കി കൊടുക്കുക. ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക, കുടിക്കുക. അപ്പം നമ്മുടെ ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ല എനർജി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടാണേ. നല്ല തണുപ്പിച്ചിട്ട് തന്നെ കുടിക്കണേ. അപ്പോൾ സേവ് ആക്കുക, ട്രൈ ആക്കുക. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ. കുടിക്കുക. അപ്പം നമ്മുടെ ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ല എനർജി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടാണേ. നല്ല തണുപ്പിച്ചിട്ട് തന്നെ കുടിക്കണേ. അപ്പോൾ സേവ് ആക്കുക, ട്രൈ ആക്കുക. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.